അമേരിക്കൻ പടക്കപ്പലുകൾ കടലിലും മിസൈലുകൾ ആകാശത്തും വിനാശത്തിന്റെ വിത്തുപാകാൻ വെമ്പൽ കൊള്ളുമ്പോൾ ഇറാന്റെ ചതുരംഗപ്പലകയിൽ പുതിയൊരു തന്ത്രം രൂപപ്പെടുകയാണ്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി മുജ്തബ ഖമേനി അധികാരമേറ്റെടുത്തിട്ട് 6 ആഴ്ചകൾ പിന്നിടുമ്പോഴും ലോകത്തിനു മുന്നിൽ അദ്ദേഹം ഒരു നിഗൂഢതയായി തുടരുന്നു. അമേരിക്കൻ ചാരസംഘടനകൾ അദ്ദേഹത്തെ തിരഞ്ഞു പരാജയപ്പെടുമ്പോൾ ആ അദൃശ്യ സാന്നിധ്യം അമേരിക്കൻ ഭരണകൂടത്തെ ഭയപ്പെടുത്തുകയാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുമ്പോഴും പുറത്തുവരാത്ത നേതാവ് ഇറാന്റെ സൈനിക വീര്യത്തിന് പുതിയൊരു മാനമാണ് നൽകുന്നത്. മുജ്തബ ഖമേനിയുടെ ഈ അപ്രത്യക്ഷമാകൽ അമേരിക്കയുടെ സമാധാന ചർച്ചകളെ പാടെ അവതാളത്തിലാക്കിയിരിക്കുകയാണ്. സമാധാന ചർച്ചകളിൽ കാലതാമസം വരുത്താനും അമേരിക്കയെ ആശയക്കുഴപ്പത്തിലാക്കാനും മുജ്തബ മനഃപൂർവ്വം മാറി നിൽക്കുകയാണെന്ന് അമേരിക്ക ഭീതിയോട് വിശ്വസിക്കുന്നു. സമാധാന ദൗത്യത്തിനായി പാകിസ്ഥാൻ ഒരുക്കിയ വേദികൾ പോലും ഇറാന്റെ ഈ നിശബ്ദ തന്ത്രത്തിനു മുന്നിൽ പ്രയോജനമില്ലാതായി. അമേരിക്കൻ ഭരണകൂടത്തിന്റെ ധാർഷ്ട്യത്തിനു മുന്നിൽ പെട്ടെന്ന് മുട്ടുമടക്കാതെ കൃത്യമായ സമയം നോക്കി പ്രഹരിക്കാനാണ് മുജ്തബയുടെ പദ്ധതിയെന്ന് വ്യക്തം. ഇറാന്റെ ആണവശേഷിയാണ് അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്ന മറ്റൊരു ഘടകം. 90% ആയുധവൽക്കരണ പരിധിക്ക് തൊട്ടടുത്തെത്തിയ 440 കിലോഗ്രാം സമ്പുഷ്ട യുറേനിയം ഇറാന്റെ കൈവശമുണ്ടെന്ന യാഥാർത്ഥ്യം അമേരിക്കയെ ഞെട്ടിച്ചിരിക്കുകയാണ്. 8 മുതൽ 12 വരെ അത്യുഗ്രശേഷിയുള്ള ബോംബുകൾ നിർമ്മിക്കാൻ ഈ ശേഖരം മാത്രം മതിയാകും. ട്രംപും സംഘവും ചർച്ചാമേശയിലേക്ക് ഇറാനെ ക്ഷണിക്കുന്നത് സമാധാനത്തോടുള്ള താൽപ്പര്യം കൊണ്ടല്ല, മറിച്ച് ഇറാന്റെ ഈ ആറ്റോമിക കരുത്തിനു മുന്നിൽ പതറിപ്പോയതുകൊണ്ടാണ്. മുജ്തബ ഖമേനിയുടെ അഭാവം ഇറാനിൽ ഭിന്നതയുണ്ടാക്കിയെന്ന് CNN പോലുള്ള പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും സത്യം അതിൽ നിന്നെല്ലാം എത്രയോ അകലെയാണ്. ശത്രുവിന് തന്റെ നീക്കങ്ങൾ പ്രവചിക്കാൻ കഴിയാത്ത വിധം ഒരു നിഴൽ കവചം തീർക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. സ്വന്തം ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ പോലും ശത്രുക്കളുടെ ചാരക്കണ്ണുകൾക്ക് പിടികൊടുക്കാത്ത വിധം അതീവ രഹസ്യമാണ്. അമേരിക്കയുടെ അഹങ്കാരത്തെ തകർക്കാൻ ഇത്തരം തന്ത്രങ്ങൾ അനിവാര്യമാണെന്ന് ഇറാൻ നേതൃത്വം വിശ്വസിക്കുന്നു. ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതിനു മണിക്കൂറുകൾക്ക് ശേഷം ഹോർമുസ് കടലിടുക്കിൽ 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ വെടിവെപ്പ് അമേരിക്കയ്ക്കുള്ള ശക്തമായ മുന്നറിയിപ്പായിരുന്നു. അമേരിക്കയുടെ വാക്കുകൾക്ക് ഇറാൻ പുല്ലുവില പോലും നൽകുന്നില്ല എന്നതിന്റെ തെളിവായിരുന്നു ആ ആക്രമണം. വെടിനിർത്തൽ എന്നത് അമേരിക്കയുടെ മാത്രം ആവശ്യമാണെന്നും ഇറാൻ തങ്ങളുടെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നും ആ വെടിയൊച്ചകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. മുജ്തബ ഖമേനി ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വീഡിയോയെന്നോ പരിക്കേറ്റ് ഒളിവിലാണെന്നോ ഉള്ള പ്രചരണങ്ങൾ അമേരിക്കയുടെ നിരാശയിൽ നിന്നുണ്ടായവയാണ്. ഫെബ്രുവരിയിലെ ആക്രമണങ്ങളിൽ അദ്ദേഹത്തിന് പരിക്കേറ്റു എന്ന് വിശ്വസിക്കാനാണ് അമേരിക്കയ്ക്കിഷ്ടം. എന്നാൽ പുറത്തുവരാതെ തന്നെ രാജ്യത്തിന്റെ ഓരോ സൈനിക നീക്കങ്ങളെയും ഓഡിയോ കോൺഫറൻസിംഗിലൂടെ അദ്ദേഹം നിയന്ത്രിക്കുന്നു എന്ന വാർത്തകൾ അമേരിക്കൻ ചാരസംഘടനകളുടെ പരാജയത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയെ തന്നെ ഈ യുദ്ധം തകിടം മറിച്ചിരിക്കുകയാണ്. എണ്ണവില കുതിച്ചുയർന്നതും ആഗോള വ്യാപാരപാതകൾ നിശ്ചലമായതും ലോകശക്തിയെന്ന അമേരിക്കയുടെ പദവിക്ക് മങ്ങലേൽപ്പിച്ചു. മറുവശത്ത് ഉപരോധങ്ങളെ അതിജീവിച്ച് ഇറാൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത മിസൈലുകളും ആണവ സാങ്കേതികവിദ്യയും ലോകത്തെ വിസ്മയിപ്പിക്കുന്നു. അമേരിക്കയുടെ ഭീഷണികൾക്കു മുന്നിൽ പതറാത്ത ഒരു ജനതയായി ഇറാൻ മാറിയിരിക്കുന്നു. ഇറാൻ ചർച്ചാമേശയിലേക്ക് വരുന്നത് തങ്ങളുടെ ഉപാധികൾ അംഗീകരിക്കപ്പെട്ടാൽ മാത്രമായിരിക്കും. അമേരിക്കൻ ഉപരോധങ്ങൾ പൂർണ്ണമായും പിൻവലിക്കാതെ ഒരൊത്തുവീർപ്പിനും മുജ്തബയുടെ ഇറാൻ തയ്യാറല്ല. സ്വന്തം മണ്ണിൽ നിന്ന് 1 ഇഞ്ച് പോലും വിട്ടുകൊടുക്കാതെ അധിനിവേശ ശക്തികളെ മുട്ടുകുത്തിക്കാനുള്ള കരുത്ത് ഇറാൻ ആർജിച്ചു കഴിഞ്ഞു. അമേരിക്കൻ നയതന്ത്രജ്ഞർക്ക് ഇറാന്റെ അടുത്ത നീക്കമെന്താണെന്ന് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. പശ്ചിമേഷ്യയിലെ ഓരോ ചലനങ്ങളും ഇപ്പോൾ ഇറാന്റെ നിയന്ത്രണത്തിലാണ്. അമേരിക്കൻ പൗരന്മാർ ഭീതിയോടെ വാർത്തകൾ നോക്കി നിൽക്കുമ്പോൾ ഇറാനിയൻ ജനത തങ്ങളുടെ പുതിയ നേതാവിനും സൈന്യത്തിനും പിന്നിൽ അണിനിരന്നിരിക്കുന്നു. അമേരിക്കയുടെ അദൃശ്യമായ ചതികളെ നേരിടാൻ ഇറാന്റെ അദൃശ്യനായ നേതാവൊരുക്കുന്ന പ്രതിരോധം ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ്. ഇത് കേവലമൊരു യുദ്ധമല്ല, മറിച്ച് പാരമ്പര്യവും സാങ്കേതികവിദ്യയും ചേർന്നുള്ള ഇറാന്റെ അതിജീവന പോരാട്ടമാണ്. സമാധാനത്തിനുള്ള വാതിലുകൾ ഇപ്പോഴും തുറന്നിട്ടിട്ടുണ്ടെന്ന് അമേരിക്ക പറയുന്നുണ്ടെങ്കിലും അതവരുടെ ഗതികേടാണ്. ഇറാന്റെ കരുത്ത് തിരിച്ചറിഞ്ഞ വാഷിംഗ്ടൺ ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ സംഘർഷത്തിൽ നിന്ന് തലയൂരാൻ ശ്രമിക്കുകയാണ്. അധിനിവേശ ശക്തികളുടെ അന്ത്യം കുറിച്ച് പശ്ചിമേഷ്യയിൽ ഇറാന്റെ വിജയകൊടി പാറുന്ന കാലം വിദൂരമല്ല. മുജ്തബ ഖമേനി എന്ന നിഗൂഢ നേതാവിന്റെ കരുത്തിൽ ഇറാൻ ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുന്നു.